ഇന്നും നമ്മുടെ പതിവ് പോലെ തന്നെ 10 ചോദ്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് NMMS ചോദ്യങ്ങളാണ്. എന്നാലും ഇത് മനസ്സിലാക്കിയാൽ USSന്റെ കുട്ടികൾക്കും അവർക്കും കൂടി വരുന്ന ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ കുട്ടികളുടെ ജോയിൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ മറ്റു പല സ്കൂളിലെയും കുട്ടികൾ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അന്നേരം USSന്റെ കുട്ടികൾ വേറെയും NMS കുട്ടികൾക്ക് വേറെയായിട്ട് അവർക്ക് മാത്രം വെച്ചുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങളുടെ സാറ്റ് ജനറൽ മാത്സ് പേപ്പറിൽ ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരെയും ഇപ്പൊ ഒന്നിച്ച് ചേർത്തിട്ട് ക്ലാസ് കൊടുക്കുക. അല്ലെങ്കിൽ USSന്റെ കുറച്ച് കുട്ടികൾ ഇപ്പൊ ഇതിലുണ്ട്. നമുക്ക് ഇങ്ങനെ 10 ചോദ്യങ്ങളാണ്. അതിൽ ആദ്യം നിങ്ങൾക്ക് എന്തായാലും NMS പരീക്ഷക്ക് നമ്പർ സീരീസ് എന്നൊരു ചോദ്യം ഉണ്ടാവും. നമ്പർ സീരീസ് എന്തായാലും ചോദ്യം ഉണ്ടാവും. സംഖ്യാശ്രേണി എന്നാണ് അതിന് പറയുക, സംഖ്യാശ്രേണി. ആ നമ്പർ സീരീസിന്റെ ആൻസർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പെട്ടെന്ന് കിട്ടണമെങ്കിൽ, കാരണം 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിന് നിങ്ങൾ എടുക്കേണ്ട സമയം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സംഖ്യകളെ പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ സംഖ്യകളെ പറ്റി ഒരു ബോധമാണ്. പ്രത്യേകിച്ച് സ്ക്വയർ നമ്പേഴ്സിനെ പറ്റി അറിയണം. ട്രയാങ്കുലർ നമ്പർ എന്താണെന്ന് അറിയണം. ഇതൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ പറയാം, ഈ കൂട്ടത്തിൽ ഞാൻ എടുത്തു തരാം. അപ്പോൾ ട്രയാങ്കുലർ നമ്പർ, സ്ക്വയർ നമ്പർ, അതിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, 10, 11, 15, 24, 40, 65 ഡാഷ്. നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന്? സർ 101. 101 ആണ് ശരി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ 101 കിട്ടുന്നത് നോക്കാം. 10, 11 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 11 and 15 തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 15, 24 തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി പോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. എങ്ങനെയാ ഐഡിയ കിട്ടുക? 1, 4, 9 എന്നീ സംഖ്യകളൊക്കെ എന്താണ്? സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് ആണ്, വർഗസംഖ്യകളാണ്. അടുത്തത് എന്തായാലും 9 കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ക്വയർ നമ്പർ 16 ആണ്. അടുത്തത് 16 കഴിഞ്ഞാൽ നമുക്ക് 25 ആണ്. ശരിയാണ്. ഈ 40യുടെ കൂടെ 25 ആഡ് ചെയ്തിട്ടാണ് 65 കിട്ടുന്നത്. അപ്പൊ 25 കഴിഞ്ഞാൽ അടുത്ത സ്ക്വയർ നമ്പർ ഏതാ? 36. അപ്പൊ 36, 65 പ്ലസ് 36 ആഡ് ചെയ്യണം എന്നതിന്റെ അർത്ഥം. മൈക്ക് നിങ്ങൾ സ്വയം മ്യൂട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഹാജരാകാത്ത കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ 101 നമുക്ക് കിട്ടുന്നു. ഇപ്പൊ 101 ഇതൊരു കുട്ടി ഒന്ന് വിവരിച്ചു കൊടുത്ത് എങ്ങനെയാണ് 101 കിട്ടിയെന്ന്. ഒരാൾ മുന്നോട്ട് വരൂ. മുഹമ്മദ് റസ്താൻ പറയൂ. നമ്മുടെ ആദ്യത്തെ സംഖ്യ 10 ആണ്. അടുത്ത സംഖ്യ 11, 15, 24, 40, 65. ഓപ്ഷൻസ് 95, 100, 101, 109. 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 15ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 15ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. 1, 4, 9 തുടർച്ചയായിട്ട് വരുമ്പോൾ അത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സ്ക്വയർ നമ്പർ 16 ആണ്. 24ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 16 ആണ്. അപ്പം അടുത്തത് 14ഉം 65ഉം തമ്മിലുള്ള വ്യത്യാസം 25. അടുത്ത സ്ക്വയർ നമ്പർ 6ന്റെ സ്ക്വയർ ആയ 36 ആണ്. 65നോട് 36 ആഡ് ചെയ്താൽ നമുക്ക് 101 കിട്ടും. നമ്മുടെ ആൻസർ 101 ആണ്. ഈ മറുപടി പറയുന്ന കുട്ടികൾക്ക് ഈ സ്ക്രീനിലുള്ള, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് സൗണ്ട് മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പറയാൻ പറ്റുമെന്നൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കാണാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്
നിങ്ങളെ പിക്ചറോ കാണുന്നില്ല. പകരം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അല്ല ഞാനിവിടെ എന്തെങ്കിലും ചെയ്യണേ അത് ചെയ്യാം. പോകാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5, 11, 23, 47, 95 ഡാഷ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. ഏതായിരിക്കും അടുത്ത ആൻസർ? ഫൈവ് 11 23 47 95 ഡാഷ്. അടുത്ത നമ്പർ ഏതായിരിക്കും? ഈ കൂട്ടത്തിൽ ഏതായിരിക്കും? 191. 191. അതാരാ പറഞ്ഞത് 191? പേരെന്താ? ഫെർമിൻ ജോസ്. ഓക്കെ. എവിടെയാ സ്ഥലം? ഇടുക്കി. ഇടുക്കി. എങ്ങനെയാ കിട്ടിയതെന്ന് പറയാമോ? ആദ്യത്തെ സംഖ്യയായ 5ഉം രണ്ടാമത്തെ സംഖ്യയായ 11 തമ്മിലുള്ള ഡിഫറൻസ് 6. രണ്ടാമത്തെ സംഖ്യയായ 11ഉം മൂന്നാമത്തെ സംഖ്യയായ 23 തമ്മിലുള്ള വ്യത്യാസം 12. നെക്സ്റ്റ്. അങ്ങനെ വരുമ്പോ ഈ 6ന്റെ ഇരട്ടി കണ്ടുപോവുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത് പലപ്പോഴും. 6ന്റെ ഇരട്ടിയാണ് മൾട്ടിപ്പിൾ. ശരി. അടുത്തത് 48 വരും. അടുത്തത് പിന്നെ 96. 48ന്റെ ഇരട്ടി എത്രയാണ്? 96. 96 ആഡ് ചെയ്യണം. കൂട്ടിയാൽ എത്ര കിട്ടും? 191. 190. അപ്പൊ നമ്മുടെ ആൻസർ 191 ആണ്. മറ്റുള്ള കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. സർ, ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും മോനെ. ആദ്യത്തെ സംഖ്യ 5ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 6. രണ്ടാമത്തെ സംഖ്യയായ 11ഉം 23ഉം തമ്മിലുള്ള വ്യത്യാസം 12. അതായത് 6 × 2 ആണ് 12. അങ്ങനെ വരുമ്പോൾ 12 × 2 24 ആണ് മൂന്നാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ 95 - 47, അതായത് മൂന്നാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 48. അപ്പോൾ അതിന്റെ ഇരട്ടി 96. 95 + 96 = 191. യെസ്. അപ്പൊ 6ന്റെ ഇരട്ടി ആയിട്ടാണ് മുന്നോട്ട്. 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24. അപ്പൊ ആ കുട്ടിക്ക് സംഭവം മനസ്സിലായോ? യെസ് പറഞ്ഞോ? സംശയം ചോദിച്ച കുട്ടിക്ക് മനസ്സിലായോ? യെസ് എന്ന് പറയാം. യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ മൂന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു. 444, 300, 200, 136, 100. What is the next number? Options are 84, 86, 90 and 96. ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ ഇതിന്റെ? നമുക്ക് 10 ചോദ്യമുള്ളതാണ്. അപ്പൊ സ്പീഡ് പോയാലേ നടക്കൂ. ഈ 444 300 തമ്മിലുള്ള വ്യത്യാസം എത്രയാ ധ്യാന? 144. 300ഉം 200ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 100. 200ഉം 136 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 64. 64 ആണ്. ഈ 136 100 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 36. ഈ പറഞ്ഞിരിക്കുന്ന 144നും 100നെയും 64നെയും 36ലും നിങ്ങളൊരു പ്രത്യേകതയും കാണുന്നില്ലേ? സ്ക്വയർ നമ്പർ. എങ്ങനെയുള്ള സ്ക്വയർ നമ്പർ? Alternative square numbers. എന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ. 12ന്റെ സ്ക്വയർ ആണ് ഇത്, 10ന്റെ സ്ക്വയർ ആണ് 100, 8ന്റെ സ്ക്വയർ ആണ് 64, 6ന്റെ സ്ക്വയർ ആണ് 36. ഇനി സ്വാഭാവികമായിട്ടും ഏതിന്റെ സ്ക്വയർ? 4. 4ന്റെ സ്ക്വയർ വരണം. 4ന്റെ സ്ക്വയർ എത്രയാ? 16.
അപ്പൊ 16 ഇപ്പോൾ ഈ 16 ഇവിടെ 36 16 വന്നു. ഇനി എന്താ ചെയ്യേണ്ടത് പറയാ? സാർ 100 16 കുറയ്ക്കുക. 100 നിന്ന് 16 കുറയ്ക്കുക. 16 കുറയ്ക്കുക. 100 16 കുറച്ച് എത്രയാ? 84. അങ്ങനെയാണ് 84 കിട്ടുക. മനസ്സിലാകാത്തവർക്ക് അപ്പം തന്നെ പറയട്ടോ. ഒന്നുകൂടി പറയണേ പറയാം. കാരണം കുട്ടികളോട് തയ്യാറായിട്ട് പറഞ്ഞുതരാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. വേണ്ടല്ലോ? യെസ് ഓർ നോ? വേണോ? വേണ്ട. എന്താ കുട്ടികൾ പറയാം? ടൈപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടി പറയണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. വേണ്ട. ശരി, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു. ഒരു കുട്ടി മുന്നോട്ടൊന്ന് വായിച്ചാൽ മതി. 7, 15, 32, dash, 138, 281. Options 64, 66, 67, 68. അപ്പൊ ഇവിടെ മിഡിൽ നമ്പർ ആണ് ഒഴിവാക്കിയത്. ഇങ്ങനെ ഈ ഒരു അറ്റത്ത് നിന്ന് മാത്രം നമ്പർ ഒഴിവാക്കിയിട്ട് വരണമെന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇത് നമ്പർ ഇവിടുത്താണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടെത്തും പറയൂ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു മിനിറ്റ് സമയം ഞാൻ തരും ആലോചിച്ചെടുക്കാൻ. 67 ആണോ? 67 ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതാരാ 67 പറഞ്ഞത്? മുഹമ്മദ് റസ്ദാൻ. അതെങ്ങനെയാ കിട്ടുന്നത് പറ. സാറേ 7ന്റെ ഡബിളിന് പ്ലസ് 1 ചെയ്താൽ 15 കിട്ടും. 15ന്റെ ഡബിളിനോട് ഒരു മിനിറ്റ് ഞാൻ എഴുതിക്കോട്ടെ, മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലാണല്ലോ. 7 into 2 അത് 14 ആണ്. 14ന്റെ കൂടെ 1 കൂട്ടിയാൽ 15 കിട്ടും. അത് മനസ്സിലായി. അടുത്തത് 15ന്റെ ഡബിള് 30 ആണ്. അതിന്റെ കൂടെ 2 കൂട്ടിയാൽ 32 കിട്ടും. കൂടെ എത്ര ആഡ് ചെയ്യണം? 2. 2. അപ്പൊ ഇവിടെ 1 ആഡ് ചെയ്തു, ഇനി 2 ആഡ് ചെയ്തു. ഇനി 32യുടെ ഡബിൾ എത്രയാണ്? 64ന്റെ കൂടെ അങ്ങനെയാണെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 3. 3 ആഡ് ചെയ്തിട്ടാണ് ഈ 67 ഇവിടെ വരേണ്ടത്. ഇനി അടുത്ത റെഡി ആവുന്നുണ്ടോ നോക്കിക്കോളൂ. 67ന്റെ ഡബിൾ എത്രയാ? 134. 134. അതിന്റെ കൂടെ ഇനി 4 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 4 ആഡ് ചെയ്യുമ്പോൾ 138 കിട്ടുന്നുണ്ട്. 138 വന്നു. ആ രീതിയിൽ പോയിക്കോളൂ. അപ്പൊ നമ്മുടെ ആൻസർ 67 ആണ്. ഇവിടെ വേണ്ടതും 67 ആണ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു കുട്ടി വായിച്ചേ. വേറൊരു കുട്ടി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. വേഗം വായിച്ചാൽ നമുക്ക് വേഗം പോവാം. 5ാമത്തെ ചോദ്യം. 42, 45, 15, 80, 6, 9, 3, dash. Options 0, 1, 3, 6. 6. ഓക്കെ. ആൻസർ എത്രയെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാം എത്രയായിരിക്കും ആൻസർ? ധ്യാന, ആൻസർ കിട്ടിയോ? 6. 6 ആരാ? 6 ആരാ പറഞ്ഞത് പറയും? ഫാത്തിമ റിദ്വ. 6 ശരിയാണ്. എങ്ങനെയാ കിട്ടിയെന്ന് പറയാമോ? 42ഉം 45ഉം തമ്മിലുള്ള വ്യത്യാസം 3. ശരി. 15ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 2. അത് 3 അല്ലേ? അത് 3 അല്ലേ? പിന്നെ 9ഉം തമ്മിലുള്ള വ്യത്യാസം 3. 6ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസവും 3 ആണ്. അപ്പൊ 3 കൊണ്ടുള്ള ഒരു കളിയാണിത്. അങ്ങനെയാണെങ്കിൽ 3ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 6 കിട്ടും. 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? മനസ്സിലായോ?
ഓക്കെ, മൈക്കിൽ എന്താ പ്രശ്നമുണ്ട് അവിടെ, അതുകൊണ്ടാണ് എക്കോ വരുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരാളൊന്ന് വായിച്ചേ. December 31, 2022 is Saturday. How many Sundays are there in the year 2023? 2023 December 31 ശനിയാഴ്ച എങ്കിൽ 2023 എത്ര ഞായറാഴ്ചകളുണ്ട്? ആഴ്ചകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കലണ്ടർ മാസമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ മിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും. അതെപ്പോഴും കലണ്ടറിലെ കുറെ കാര്യങ്ങൾ, കലണ്ടർ മാത്സ് നമ്മൾ വേറെ തന്നെ ടോപ്പിക്കായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ മുമ്പ് പഠിച്ചതായത് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി പോകുന്നു മാത്രം. കലണ്ടറിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ. ഇതിപ്പം 2024 എന്ന ഈ വർഷം ലീപ്പ് ഇയർ ആണോ ഓർഡിനറി ഇയർ ആണോ? ആണോ അതിവർഷമാണോ 2024? ഓർഡിനറി ഇത് 2024 2024 ഏതെങ്കിലും ഒന്നൊരാൾ ഉറച്ചു പറയും. ധ്യാന 2024 ലീപ്പ് ഇയർ ആണോ? ലീപ്പ് ഇയർ ആണ്. എന്തുകൊണ്ടാണ്? 2024 ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം ഉണ്ടാവും. അപ്പം ലീപ്പ് ഇയറിൽ മൊത്തം ഒരു വർഷം എത്ര ദിവസം ഉണ്ടാവും? 366 ദിവസം ഉണ്ടാവും. 2023 തൊട്ട മുമ്പിലത്തെ വർഷം, കഴിഞ്ഞ വർഷം, അത് ഓർഡിനറി ഇയർ ആണോ ലീപ്പ് ഇയർ ആണോ? ഓർഡിനറി ഇയർ. ആ ഓർഡിനറി ഇയറിൽ മൊത്തം എത്ര ദിവസം ഉണ്ടാവും? 365. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. നസീർ ഉമ്മർ എന്ന ഐഡിയിലുള്ള കുട്ടി. അപ്പോൾ സാധാരണ വർഷം, അതിവർഷം, ഓർഡിനറി ഇയർ, ലീപ്പ് ഇയർ. ഒന്നുമില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ ഏത് വർഷം വന്നു കഴിഞ്ഞാലും സിസ്റ്റം വരുന്നില്ലെങ്കിൽ അത് നമുക്ക് അതിവർഷമായിട്ട് കണക്കാക്കുന്നു. അപ്പം അവിടെ 366 ദിവസം ഉണ്ടാവും. വേറൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 52. അതെ, ഞാൻ പറയാം അതിലേക്കാ വരുന്നത്. വേറൊരു പ്രധാന പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ വർഷത്തില് ഇപ്പൊ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക. അപ്പം സാധാരണ വർഷത്തിൽ ജനുവരി 1, അതായത് ആ ഇയറിന്റെ തുടക്കം ഞായറാഴ്ചയാണ്. ഇപ്പൊ 2023 കാര്യം എടുക്കാം നമുക്ക്. ആ ഞായറാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ ഡിസംബർ 31 ആണല്ലോ അവസാനിക്കുക. അതും ഞായറാഴ്ച തന്നെയായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേ ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഓർഡിനറി ഇയറിൽ അതേ ദിവസം തന്നെ. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച തന്നെ അവസാനിക്കും. അതേ സമയത്ത് ലീപ്പ് ഇയറിൽ ഇപ്പൊ 2024 കാര്യം എടുക്കുക. ഡിസംബർ 31 നമുക്ക് ഇങ്ങനെയാണ് തന്നതെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഇപ്പൊ ഈ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം, എന്നാലും വേഗം മനസ്സിലാവും. ഈ ചോദ്യം നമുക്ക് നോക്കാം. ഡിസംബർ 31 2022 കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ മറ്റേ പറയാൻ കൺഫ്യൂഷൻ ആണ് വിചാരിച്ചിട്ടാണ്. ഡിസംബർ 31 2022 സാറ്റർഡേ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2023 ജാനുവരി 1 ഏത് ദിവസമായിരിക്കും? അതായത് ഡിസംബർ 31 ഈ 2022 സാറ്റർഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. സൺഡേ ആണ്, ഞായറാഴ്ചയാണ്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ചത് 2023 എത്ര ഞായറാഴ്ചകൾ ഉണ്ട് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ വർഷത്തിൽ ഓർഡിനറി ഇയറിൽ ഏത് ദിവസമാണോ തുടങ്ങുന്നത് ആ വർഷം മുഴുവൻ
എന്നാൽ 2023 മുഴുവൻ ഞായറാഴ്ചകളുടെ എണ്ണം അവിടെ എത്ര ഉണ്ടാവും? 53. 53 ഉണ്ടാവും. അത് തുടങ്ങുന്നത് ഏത് ദിവസമാണ്? അത് 53 ഉണ്ടാവും. ഏത് കാര്യത്തില്? നമ്മുടെ ഓർഡിനറി ഇയർ എന്ന കാര്യത്തിൽ. ബാക്കിയെല്ലാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ നമുക്ക് സാറ്റർഡേ വരെ ബാക്കി 6 ദിവസങ്ങൾ നിങ്ങൾക്ക് 52 52. അപ്പൊ നമ്മൾ 52നെ 6 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കൂ, എത്ര കിട്ടും? സർ ഈ 53 എങ്ങനെയാ കിട്ടിയെന്ന് പറയാമോ? പറയാം അതിലേക്കാണ് വരുന്നത്. ഈ 52നെ 6 കൊണ്ട് ഗുണിച്ചു നോക്കൂ, എത്ര വരും? ഉണ്ടെന്നില്ലേ? 312. അതിന്റെ കൂടെ ഈ 53 സൺഡേയിലെ 53 കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും? 365. അപ്പൊ അത് റെഡിയായി. അപ്പൊ ഓർത്ത് വെക്കുക, സാധാരണ വർഷത്തിൽ ജനുവരി 1 തുടങ്ങുന്നത് ഏത് ദിവസമാണ്? ഇവിടെ സൺഡേ ആയതുകൊണ്ടാണ് സൺഡേ അങ്ങനെ വന്നത്. ജനുവരി 1 തുടങ്ങുന്നത് ഏത് ദിവസമാണോ ആ ദിവസം 53 ആ വർഷം മുഴുവൻ ഉണ്ടാവും. ബാക്കിയെല്ലാം 52 ഉണ്ടാവും. ഇനി ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ഒന്ന് മാറ്റി ചോദിക്കുകയാണ്. 2023 ജനുവരി 1 സൺഡേ ആകുമ്പോൾ 2023 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2023 ഓർഡിനറി ഇയർ ആണ്, സാധാരണ വർഷമാണ്. സാധാരണ വർഷത്തിൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമാണ്. നിങ്ങൾ കലണ്ടർ വെച്ച് തന്നെ നോക്കണം. അങ്ങനെ വരുമ്പോൾ സൺഡേയിൽ തന്നെയാണ് നമുക്ക് ഡിസംബർ 31 അവസാനിക്കേണ്ടത്. ഇനി നിങ്ങളോടുള്ള എന്റെ ചോദ്യം, 2024 ജനുവരി 1 ഏത് ദിവസമാണ്? മൺഡേ. നിങ്ങളുടെ മുന്നിൽ കലണ്ടർ ഉണ്ടാവുമല്ലോ, 2024 കലണ്ടർ ഉണ്ടാവും. ആ 2024 നിങ്ങൾക്ക് നോക്കാം, അത് മൺഡേ തന്നെയാണെന്നുള്ള കാര്യം തിരിച്ചറിയുക. അപ്പൊ നമുക്ക് ഈ 2024 തുടങ്ങിയത് തിങ്കളാഴ്ചയായിരുന്നു. ഇനി നിങ്ങളോടുള്ള എന്റെ ചോദ്യം, ഈ 2024 എത്ര മൺഡേ ഉണ്ടാവും? 53. അപ്പൊ നമുക്കതൊന്ന് എഴുതി വെക്കാം. 2024 നമ്മുടെ തിങ്കളാഴ്ചകളുടെ എണ്ണം 53 ആണ്. അപ്പൊ ചൊവ്വാഴ്ചയോ? 53. അതെന്തുകൊണ്ടാ? സാറേ ലീപ് ഇയർ അതിനെ കൊണ്ട്. ലീപ് ഇയർ ആയത്. 2024 ലീപ് ഇയർ ആണ്. ഒരു ദിവസം കൂടണം. ആ ഒരു ദിവസം നമുക്ക് തൊട്ടടുത്ത രണ്ടാമത്തെ ദിവസമായ ട്യൂസ്ഡേക്കും കൊടുക്കാം, 53. ഇനി വെനസ്ഡേ മുതൽ പിന്നെ ഇടം വരെ വരണം, സൺഡേ വരെ നിങ്ങൾക്ക് 52 വീതം ഉണ്ടാവും. അപ്പൊ 52 × 5 എത്രയാ? 52 × 5 എത്രയാ? 260. 260. ആ 260ന്റെ കൂടെ അതാരാ സംസാരിക്കുന്നത്? അവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ധ്യാന, 260ന്റെ കൂടെ നമ്മൾ 253 കൂടി എത്രയാ? 6 5 5 10. 106 കൂടി ഏഡ് ചെയ്താൽ എത്ര കിട്ടും? 356. അപ്പം ലീപ് ഇയറില് എത്ര ദിവസം ഉണ്ടാവും നമ്മൾ പഠിച്ചത്? 366. ഇത് ക്ലിയർ ആയവർ ഉണ്ടോ? ക്ലിയർ ആകാത്തവരുണ്ടോ ഇതില്? സാർ ഒന്നുകൂടി പറഞ്ഞുതരുമോ? കൂടി പറയണം. ധ്യാന, ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മോളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? യെസ് സർ. ഒരു ഓർഡിനറി ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും, അതായത് ജാനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഒരു ഓർഡിനറി ഇയറിൽ
53 പ്രാവശ്യം ഉണ്ടാവും. 53 ഇപ്പം ജാനുവരി 1 സൺഡേ ആണെങ്കിൽ ആ മുഴുവൻ വർഷത്തിലും 53 ഉണ്ടാവും. അതൊരു ഓർഡിനറി ഇയർ ആണെങ്കിൽ. അതേസമയം ലീപ് ഇയറിന്റെ കാര്യത്തിൽ തുടങ്ങുന്നത് ജാനുവരി, ഇപ്പൊ നമ്മൾക്ക് 2024 ജാനുവരി 1 എടുക്കാം. 2024 ജാനുവരി 1 മൺഡേ ആണ്. അപ്പം ആ മൺഡേ ആ ഫുൾ ഇയറിലും 53 പ്രാവശ്യം തന്നെ റിപ്പീറ്റ് ചെയ്യും. അത് മാത്രമല്ല, തുടങ്ങുന്നത് മൺഡേ ആയതുകൊണ്ട് മൺഡേ കഴിഞ്ഞ പാടുള്ള ദിവസം ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേയും 53 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. കാരണം ഒരു ലീപ് ഇയറിൽ 366 ദിവസം ഉണ്ട്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം എക്സ്ട്രാ വേണം. അതുകൊണ്ട് ട്യൂസ്ഡേയിലും 53 ദിവസങ്ങൾ ഉണ്ടാവും. ഓ, അപ്പോ കാൽക്കുലേറ്റർ മാത്സ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഇതിനെപ്പറ്റി പറയും. ഇതിൽ ചോദ്യം വന്നതുകൊണ്ട് അതൊന്ന് വിവരിച്ച് പോകുന്നത് മാത്രം. ഞാൻ നിങ്ങളോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് ഹയർ ലെവൽ ചോദ്യമാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ആ ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട്. 2001 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ വേണോ ധ്യാന? യെസ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ഓപ്ഷൻ ഞാൻ അല്ലാണ്ട് ആരെയും തരുമോ നിങ്ങൾക്ക്? ഒന്നില്ലേ? 7 ഓപ്ഷൻ കിട്ടിയില്ലേ? യെസ്. ആ, ഇതിലേത് വേണേ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഏതായിരിക്കും? ആർക്ക് പറയാം? ഒന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോ കൊള്ളാണ്ട് കൊള്ളട്ടെ. പറഞ്ഞോ. ഒരു മൺഡേ ആണോ? മൺഡേ ആണ്. അതാരാ പറഞ്ഞത് മൺഡേ? പ്രശ്നം പ്രസ്ഥാനം ഈ മൺഡേ കിട്ടിയത് ഊഹിച്ച് പറഞ്ഞതാണോ അല്ലെങ്കിൽ അറിയാമായിരുന്നോ? അറിയില്ല. പിന്നെ ലീപ് ഇയർ 2024 മൺഡേ തുടങ്ങിയപ്പോ ഇത് 2021 ലീപ് ഇയർ അല്ലേ? പറയാം ശ്രദ്ധിക്കുക. പ്രസ്ഥാനം ഈ 2001 തൊട്ട് മുമ്പ് നിങ്ങളോട് ചോദിച്ച 2001 ജനുവരി 1 ഏത് ദിവസമാണെന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇതിന്റെ തലേ ദിവസം ഏതായിരിക്കും വർഷം? 2000 ഡിസംബർ 31. 2000 ഡിസംബർ 31 ആയിരിക്കും. ഓർത്ത് വെച്ചോളൂ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് എഴുതാം. ഈ 2000-ത്തെ നമുക്ക് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഈ എക്സാക്ട്ലി? അപ്പൊ ഏതൊരു വർഷത്തെയും 400 കൊണ്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി ഡിവിസിബിൾ ആണെങ്കിൽ 2000 നിങ്ങൾക്ക് 400 കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റും. അങ്ങനെ 400 കൊണ്ട് നിശേഷം മരിക്കാൻ പറ്റുന്ന ഏതൊരു വർഷത്തെയും ഡിസംബർ 31 ഞായറാഴ്ച എന്ന സത്യം മനസ്സിലാക്കുക. എന്താണ് ധ്യാനായ ഇപ്പം പറഞ്ഞത്? ഒരു വർഷത്തെ 400 കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞായറാഴ്ച ആയിരിക്കും. ആ വർഷത്തിൽ ഏത് ദിവസം? ഡിസംബർ 31 ഞായറാഴ്ചയായിരിക്കും. അപ്പൊ ഡിസംബർ 31 2000 ഡിസംബർ 31 ഞായറാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം 2001 ജനുവരി 1 ഏതായിരിക്കും? തിങ്കളാഴ്ച. അതാണ് ഓർത്ത് വെച്ചോളൂ. ഞാൻ പറഞ്ഞത് കുറച്ച് മുതിർന്ന ചോദ്യമാണെന്ന് ഞാൻ അറിയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കും. 7ാമത്തെ ചോദ്യം വായിച്ചോളൂ. Harida ranks 21st in the class of 65 students. What will be the rank of Harida? If the students got the lowest rank is given the first rank. 65 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ്സിൽ ഹരിതയുടെ റാങ്ക് 21. ഏറ്റവും താഴ്ന്ന റാങ്ക് ലഭിച്ച കുട്ടിക്കാണ് 1ാം റാങ്ക് നൽകിയാൽ ഹരിതയുടെ റാങ്ക് എത്രയായിരിക്കും?
ഓപ്ഷൻസ് Okay. ആർ 44, 45, 46, 32. രണ്ട് വഴിയിൽ ഇത് ചോദ്യത്തിന് ഉത്തരം എഴുതാം. 45. 45 ആണ്. രണ്ട് വഴി ചെയ്യാം. ഒരു വഴി ഇതാണ്. 65 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 65 നിന്ന് 21 അങ്ങോട്ട് മൈനസ് ചെയ്യാം. എത്രയാണ്? 44 44. plus 1. എന്നിട്ട് ചോദ്യം ഇതാണ്, അതിൽ എത്രയായിരിക്കും ഹരിതയുടെ റാങ്ക് എന്നാണ് ചോദിച്ചെങ്കിൽ ഈ 45ന്റെ കൂടെ 1 കൂട്ടുക. എത്രയാണ്? 45. Okay. ഇതല്ലാതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ എങ്ങനെയാണ് 45 കണ്ടുപിടിച്ചത്? ഇങ്ങനെ തന്നെയാണോ? Yes, sir. ഓക്കെ. Yes, sir. 65 കുട്ടികൾ മൊത്തം തന്നിട്ടുണ്ട്. അതിൽ ഹരിതയുടെ റാങ്ക് തന്നിട്ടുണ്ട് 21. അത് നമ്മൾ കുറച്ചു. അങ്ങനെ കിട്ടുന്ന സംഖ്യയിലൂടെ പിന്നെ ഹരിതയെ കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 45ലേക്ക് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, when we write 1 to 100, how many times 1 is repeating? പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 1 എത്ര റിപ്പീറ്റ് ചെയ്യുന്നു, 2 എത്ര റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര സമയം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പറയൂ. 21 ടൈംസ്. ഓക്കെ. ഇവിടെ അത് മനസ്സിലാക്കിക്കൊള്ളൂ. 0 അതുപോലെ ഇത് ഓരോന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ലാണ്. മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം. നിങ്ങൾക്ക് ഓരോ സംഖ്യകൾ എത്ര റിപ്പീറ്റ് ചെയ്യും. 0 റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. 1 21 പ്രാവശ്യം. 2 20 തവണ. 3 20 തവണ. 4 20 തവണ. 5 20 തവണ. ഇങ്ങനെ 9 വരെ നിങ്ങൾക്ക് 20 തവണയാണ് ആവർത്തിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 0 11 പ്രാവശ്യമാണ്. 1 ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്. അത് 21 പ്രാവശ്യം. പ്രാവശ്യം ചോദിച്ചാൽ 1. 2 വർഷം മുമ്പ് ചോദിച്ചത് 9 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നതായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചോളൂ. ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട് ഈ ചോദ്യം. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം വായിച്ചോളൂ. Which of the following is exactly divisible by 2, 3, 4, 5, 6 and 9? 2, 3, 4, 5, 6, 9 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏത്? ഓപ്ഷൻ തന്നിട്ടില്ല അല്ലേ? ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരാം. അത് വിട്ടു. ഏതാണ്? 700, 720, 750, 790. അതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ ഏത് സംഖ്യയാണ് ഇതിനെ എക്സാക്ട്ലി ഡിവിസിബിൾ എന്നാണ് ചോദിച്ചത്. അതിനാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 എന്ന അഭാജ്യ സംഖ്യ കൊണ്ട് ആദ്യം ചുരുക്കി വെക്കാം. 2 2 ഒരു പ്രാവശ്യം, 3 ഇവിടെ എഴുതി, 2 2 4, 5 3 2 6, പിന്നെ 9 അങ്ങനെ ഇറക്കിയിടണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട്. എന്തെങ്കിലും മാറ്റം വരുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്ത ഞാൻ എന്ത് ചെയ്യണം പറയൂ. സർ 2 കൊണ്ട് തന്നെ 2 കൊണ്ട് തന്നെ ചെയ്തു. അപ്പൊ 2 കൊണ്ട് ചെയ്തപ്പോൾ മെഷീൻ മാറ്റി വെക്കാം. 1 3 1 5 3 അങ്ങനെ തന്നെ, 9 അങ്ങനെ തന്നെ. വീണ്ടും നമുക്ക് അടുത്ത 2ന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ആളാരാ? 3 കൊണ്ട് 1 1 1 5 1 3. 3 × 3 9. അടുത്തതാരാണ്? 3 കൊണ്ട് ചെയ്തു. 1 1 1 5 1 1. അടുത്തതാരാണ്? 5. അപ്പൊ എല്ലാം 1 വരും. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ച് അങ്ങ് ഗുണിക്കുകയാണ്. 2 × 2 × 3 × 3 × 5 ആണ്. ഇത് ചെയ്താൽ എത്ര കിട്ടും? 180 ആണ് അല്ലേ? ഓക്കെ. 180 എത്ര കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുക? 4 കൊണ്ട്. അപ്പൊ ശരിയാണ്. 80 × എത്രയാണ്? Into 4. ഏഹ് Into 4, sir. × 4. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
12 ആളുകൾ 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാനുള്ള എളുപ്പമാർഗം ആദ്യം തന്നിരിക്കുന്ന ആളുകളെയും ദിവസത്തെയും തമ്മിൽ ഗുണിക്കുക. 12നെ ദിവസം കൊണ്ടും ഗുണിക്കുക. അപ്പൊ മൊത്തം ജോലിയുടെ എണ്ണം കിട്ടും. എന്നിട്ട് ഈ മൊത്തം ജോലി പിന്നെ ചെയ്തു തീർക്കുന്ന 8 ആളാണ്. 8 കൊണ്ടായിരിക്കുക. ശ്രദ്ധിച്ചോളൂ, ഒരിക്കൽ കൂടി പറയാം. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉള്ള എളുപ്പമാർഗം ആദ്യം തന്നിരിക്കുന്ന ആളുകളും ദിവസവും തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ ജോലി കിട്ടും. ഈ ജോലിയുടെ കനം കിട്ടും. ആ ജോലിയുടെ എണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്തു തീർക്കുന്നത് 8 ആളുകളാണ്. അപ്പൊ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എത്ര കിട്ടും? 30. ഉറപ്പല്ലേ? രണ്ട് രീതിയിൽ ചെയ്യാം. 12നെ 20 കൊണ്ട് ഗുണിച്ചിട്ട് 8 കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 8ല് 4 2 തവണ, 12ൽ 4 3 തവണ. എന്നിട്ടോ ഈ 2 ഒരു പ്രാവശ്യം, 20ല് അതിന്റെ പകുതി 10. 3 × 10 30. 30 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരം ചോദ്യത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ ജോലിയും ദിവസവും എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് ഒന്നാമത്തെ ചോദ്യമാണ്. അതിന് 1 2 3 4 5. നമുക്ക് അതിൽ കുറെ സംഖ്യകൾ എഴുതാം. 24 2. ഇപ്പൊ ആൻസർ വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൽ വരുമ്പോൾ കമന്റ് ചെയ്താൽ മതി. 24 2 6 18 ഡാഷ്. ഇവിടുത്താണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിനടിയിലുള്ള സംഖ്യകള് 3 36 12 4 8. ഞാൻ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ. യെസ് സർ. ഒരു ഫിഗർ വരച്ചു. ദ നമ്പേഴ്സ് ഇൻസൈഡ് ഇറ്റ് ആർ 24 2 6 18 dash 3 36 12 4 and 8. Find the missing number. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. വിട്ട നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്ന അർത്ഥം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. അത് വേറൊരു ടൈപ്പ് ചിത്രമാണ്. ഇങ്ങനെ കൊടുത്ത് അത് 2 ഭാഗമാക്കി അത് ഇങ്ങനെ കൊടുത്ത് ഒരു 3 എണ്ണം വരയ്ക്കണം നിങ്ങൾ. മൂന്നെണ്ണം. യെസ്, അതിലും സംഖ്യകളുണ്ട്. 16 9 12 9 25 15 25 36 ഡാഷ്. ഇതൊന്ന് വായിച്ചേ. First figure 16 9 12. Second figure 9 25 15. Third figure 25 36 dash. Find the missing number. ഒരു ചോദ്യം കൂടി തരാമെന്ന് തോന്നുന്നു. ഒരു ചോദ്യം തന്നോട്ടെ? യെസ് ഓർ നോ? ഒരു ചോദ്യം കൂടി ഞാൻ ഇവിടെ വരയ്ക്കാം. സ്പേസ് ഉണ്ട്. വരച്ചത് കാണുന്നില്ല. ഇല്ലേ? ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഞാൻ മാറ്റാം. ഇപ്പൊ ചെറുങ്ങനെ കാണുന്നുണ്ടോ? ഓക്കെ, അത്ര മതി. കിട്ടുമല്ലോ? കിട്ടൂലേ? Yes. യെസ്. ഓക്കെ.
39 dash 65 78 91 104. നിങ്ങൾക്ക് ആദ്യത്തിനൊക്കെ ഞാൻ ഓപ്ഷൻ തരാം, എല്ലാത്തിനും ഓപ്ഷൻ തരാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് അതിന്റെ നേരെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 9, 10, 12 and 16. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് അത് ഞാൻ മാർക്ക് ചെയ്യാണ്. 16, 9 അല്ല, 18 കാണുന്നുണ്ട് നിങ്ങൾ, 18, 24, 30, 36 കാണുന്നുണ്ടോ? യെസ്. യെസ്. ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ അതും തരാം. 44, 49, 52 and 59. ആ ഓപ്ഷൻസ് ഒക്കെ ഓരോന്ന് വായിച്ച് ധ്യാന. Options for first question 9, 10, 12 and 16. Options for second question 18, 24, 30 and 36. Options for third question 44, 49, 52, 59. 44, 49, 52, 59. ശരി. ഇന്ന് ഈ ചോദ്യങ്ങള് മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്പർ സീരീസ് എന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത മിസ്സിംഗ് നമ്പർ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതുപോലെ കലണ്ടർ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഏത് സമയത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ടൈപ്പ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുവേ, അപ്പോൾ അത് വായിച്ചുകൊണ്ട് നിങ്ങൾ ബേജാറാണ്ട. സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8ാം ക്ലാസ്സിൽ തുടക്കം നിങ്ങൾക്ക് ജോമെട്രി ആണോ എന്നാണ് ചോദിച്ചോ? ജോമെട്രി ആണോ? സാർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് പാഠം. ഈക്വൽ ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓരോരോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ടോപ്പിക് എടുത്ത് നോക്കുമ്പോഴും ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ജോമെട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്ത് വരയ്ക്കാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടിൽ സിസ്റ്റം ഉള്ള കുട്ടികൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഇതിൽ കൂടെ തരും ഞാൻ. അപ്പൊ അത്തരം കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിക്കുക. അപ്പോൾ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക. വീട്ടില് ലാപ്ടോപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് തരും. പിന്നെ ടാബ് കയ്യിലുണ്ടെങ്കിൽ ടാബിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ആ കൂട്ടത്തിൽ അതുകൂടി ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ജിയോജിബ്രയിൽ എങ്ങനെയാണ് ഓരോന്നും ചെയ്ത് പഠിക്കുക, വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ. ഏതായാലും ആ കുട്ടികളൊന്നും തന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.